നമസ്കാരം. ടൈം മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെയൊക്കെ കൈവശമുള്ള വാഹനങ്ങളെയും നമ്മുടെ തന്നെ പോക്കറ്റിനെയും നേരിട്ട് ബാധിക്കുന്ന ഒരു നിർണായക തീരുമാനവുമായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന ഏപ്രിൽ 1 മുതൽ, അതായത് 2026 ഏപ്രിൽ 1 തീയതി മുതൽ ഇന്ത്യയിലെ പെട്രോൾ പമ്പുകളിൽ ലഭിക്കുന്ന ഇന്ധനത്തിൻ്റെ ഗുണനിലവാരത്തിൽ വലിയ മാറ്റമുണ്ടാവും. ഇനി മുതൽ നമുക്ക് ലഭിക്കുന്നത് E20 പെട്രോൾ ആയിരിക്കും. എന്താണ് E20 പെട്രോൾ? എന്തുകൊണ്ടാണ് സർക്കാർ RON 95 എന്ന പുതിയ മാനദണ്ഡം പെട്രോളിൽ കൊണ്ടുവരുന്നത്? ഇത് നിങ്ങളുടെ വണ്ടിയുടെ എഞ്ചിന് പണി തരുമോ? ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായി, എന്താണ് ഈ E20 പെട്രോൾ എന്ന് നമുക്കൊന്ന് നോക്കാം. 80% സാധാരണ പെട്രോളും 20% എഥനോളും ചേർന്ന ഒരു മിശ്രിതമാണ് E20 പെട്രോൾ. പറയുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന കരിമ്പുണ്ടല്ലോ, ആ കരിമ്പ്, ചോളം, കേടായ ധാന്യങ്ങൾ എന്നിവയിൽ നിന്നാണ് ഈ എഥനോൾ നിർമ്മിക്കുന്നത്. അത് പലരും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ശുദ്ധമായ പെട്രോളിനേക്കാൾ പരിസര മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം കുറവാണ് എഥനോളിന്. നമ്മുടെ നാട്ടിൽ തന്നെ എഥനോൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാൻ ഇത് ഇന്ത്യയെ വളരെയധികം സഹായിക്കും. ഇനി നമുക്ക് RON 95 എന്താണെന്ന് നോക്കാം. നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും, ഇനി മുതൽ RON 95 ആണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതാണ് ഈ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ പുതിയ അറിയിപ്പ് പ്രകാരം വിൽക്കുന്ന പെട്രോളിന് മിനിമം റിസർച്ച് ഒക്ടെയിൻ നമ്പർ 95 ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. RON 95 എന്നാൽ റിസർച്ച് ഒക്ടെയിൻ നമ്പർ 95. ഇതാണ് RON. ഇനി അതെന്താണെന്ന് പറയാം. ലളിതമായി പറയുകയാണെങ്കിൽ, പെട്രോളിൻ്റെ ക്വാളിറ്റി അളക്കുന്ന ഒരു മാനദണ്ഡമാണിത്. ഒക്ടെയിൻ നമ്പർ കൂടുന്തോറും പെട്രോൾ നമ്മുടെ എഞ്ചിനുള്ളിൽ കൂടുതൽ സ്ഥിരതയോടെ കത്താൻ തുടങ്ങും. നേരത്തെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് സാധാരണ 91 ഒക്ടെയിൻ പെട്രോളാണ്. എന്നാൽ 20% എഥനോൾ കലർത്തുമ്പോൾ എഞ്ചിനുള്ളിൽ നോക്കിംഗ് എന്ന പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഇന്ധനം കൃത്യസമയത്ത് എഞ്ചിനകത്ത് കത്താതെ വരുമ്പോൾ നമ്മുടെ എഞ്ചിന് വിറയലുകളും കേടുപാടുകളും വല്ലാത്തൊരു ഷിവറിങ്ങും ഒക്കെ ഉണ്ടാവും. ഇത് ഒഴിവാക്കാനാണ് ഉയർന്ന നിലവാരമുള്ള RON 95 സർക്കാർ നിർബന്ധമാക്കുന്നത്. എഥനോളിന് സ്വാഭാവികമായും ഉയർന്ന ഒക്ടെയിൻ ഉള്ളതുകൊണ്ട് ഈ മിശ്രിതം എഞ്ചിൻ്റെ സുരക്ഷയ്ക്ക് ഗുണകരമാവും. ഇനി മറ്റൊരു സാധാരണക്കാരൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കൈവശമുള്ളതൊക്കെ പഴയ വണ്ടിയാണ്, അപ്പോൾ പഴയ വണ്ടികൾക്ക് ഈ ഇന്ധനം പണി കിട്ടുമോ? അങ്ങനെയുള്ള പലരുടെയും പേടി അത് വാഹനത്തെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കുമെന്നതാണ്. 2023 ശേഷം ഇറങ്ങിയ മിക്ക വാഹനങ്ങളും E20 ഇന്ധനത്തിന് അനുയോജ്യമായാണ് ഫാക്ടറികളിൽ നിന്ന് നിർമ്മിച്ച് പുറത്തിറക്കിയിരിക്കുന്നത്. എന്നാൽ പഴയ വാഹനങ്ങളിൽ പ്രധാനമായും 2 മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. ഒന്ന് മൈലേജാണ്. മൈലേജ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എഥനോളിന് ഊർജ്ജം കുറവായതുകൊണ്ട് മൈലേജിൽ ഒരു 3% മുതൽ 7% വരെയുള്ള നേരിയ കുറവ് അനുഭവപ്പെടാൻ ഇടയാകുമെന്നാണ് പറയപ്പെടുന്നത്. ഇനി വാഹനത്തിൻ്റെ പാർട്സുകളെ സംബന്ധിച്ചിട്ട് ചെറിയൊരു പണി കിട്ടും എന്നാണ് തോന്നുന്നത്. പഴയ വണ്ടികളിലെ റബ്ബർ ട്യൂബുകൾക്കും പ്ലാസ്റ്റിക് ഭാഗങ്ങൾക്കും എഥനോൾ മൂലം കാലക്രമേണ തേയ്മാനം ഉണ്ടായേക്കാം. എങ്കിലും സർക്കാർ RON 95 ക്വാളിറ്റി ഉറപ്പാക്കുന്നതോടെ നമ്മുടെ എഞ്ചിന് ഉള്ളിലെ പ്രവർത്തനം കൂടുതൽ സുഗമമാകും എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് ഭയപ്പെടേണ്ട സാഹചര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കൃത്യമായി സർവീസ് ചെയ്താൽ മാത്രം മതിയെന്നാണ് ബന്ധപ്പെട്ടവരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഇനി ഈ മാറ്റം കൊണ്ട് കർഷകർക്കും രാജ്യത്തിനും എന്തെങ്കിലും നേട്ടം കിട്ടുമോ എന്നും നോക്കാം. എന്തിനാണ് സർക്കാർ ഇത്രയും വലിയ മാറ്റം കൊണ്ടുവരുന്നത്? ഒന്ന്, നമ്മുടെ കർഷകർക്ക് കരിമ്പിനും മറ്റും വലിയൊരു മാർക്കറ്റ് ലഭിക്കുന്നുണ്ട്. 2, വിദേശ രാജ്യങ്ങൾക്ക് പെട്രോൾ ഇറക്കുമതിക്കായി നൽകുന്ന കോടിക്കണക്കിന് രൂപ ലാഭിക്കാൻ നമ്മുടെ ഇന്ത്യക്ക് കഴിയും. ഏകദേശം 1.40 ലക്ഷം കോടി രൂപയോളം ഇതിനോടകം ഈ വിഷയത്തിൽ ഇന്ത്യ ലാഭിച്ചു കഴിഞ്ഞു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ പരിസ്ഥിതിക്ക് ഇത് വലിയൊരു ഗുണവുമാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, വരാനിരിക്കുന്ന ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിലെ പെട്രോൾ പമ്പുകളിൽ കിട്ടുന്നത് മികച്ച നിലവാരമുള്ള RON 95 ഗ്രേഡ് ഇന്ധനമായിരിക്കും. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. നമ്മുടെ പഴയ വണ്ടികൾക്ക് എന്തെങ്കിലും പ്രത്യേക കരുതൽ വേണോ എന്നതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നമസ്കാരം.